നിരന്തരമായി നടക്കുന്ന ഈ ദൈവവചന പഠന ക്ലാസ്സിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ അഭിഷക്തനെ ദൈവം ബലപ്പെടുത്തണമേ. ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ആത്മീയ സന്ദേശം കർത്താവെ അത് കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറുവാനും ഈ പഠിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം അധികം ശ്രദ്ധയോടെ കരുതി കർത്താവെ ഇത് ഒഴുകി പോകാതെ നിലനിൽക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് പങ്കെടുത്ത് എല്ലാവരും ദൈവത്താൽ മാനിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ ദാസന്മാരായ ദാസികളായി ഞങ്ങൾ പിന്നീടുള്ള സമയങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയ അനുഷ്ഠിമോനെ സുമളെ ക്ഷണിക്കും. Praise the Lord. Let's thank and praise God for keeping us safe the past whole week and helping us during this session. So let's start this meeting by singing a song. Praise the Lord. Hallelujah. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പാസ്റ്റർ ജോയ് ടി ആലപ്പുഴ ഇപ്പോൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു അലീഷ മോള്
ഒരു പാട്ട് പാടും. തുടർന്ന് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹപ്പെട്ട വലിയവരുമായ നല്ല സമയത്തിനാട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയാണ്. ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് കർത്താവിന്റെ പാദാന്തികത്തിൽ ഇരുപ്പാൻ കർത്താവ് തന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ബൈബിൾ ഷെഡ്യൂൾ ബന്ധത്തിൽ അങ്ങയുടെ ശ്രേഷ്ഠത്തിനോട് ചേർന്നിരുപ്പാൻ അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് വചനങ്ങൾ പഠിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട ക്ലാസ്സുകളെ ലയിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തിയല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ക്ലാസ്സിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവ് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾക്ക് പഠിക്കുന്നത് പൂർണ്ണമായിട്ട് ഗ്രഹിപ്പാൻ കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കും. അത് കർത്താവ് പഠിച്ചും ഗൃഹസ്ഥമാക്കി അങ്ങേക്ക് വേണ്ടി പ്രയോജനകരമായി തീരുവാൻ കർത്താവെ, അത് ഏറ്റവും ഫലവത്തായി തീരുവാൻ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകൾ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ കൃത്യനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ക്രൂശിന്റെ മറവിൽ ഇന്നത്തെ ക്ലാസ്സുകൾ നയിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അനേകം പേർക്ക് കർത്താവ് വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ ഉപയോഗിച്ചല്ലോ, മാനിച്ചല്ലോ. കർത്താവ് തുടർന്നും അനുഗ്രഹിക്കണമോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ. കർത്താവ്, ഈ സ്കൂളിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അധ്യാപകരെയും ഇതിന്റെ എല്ലാ നടത്തിപ്പിനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഇരുന്ന് പഠിക്കുവാൻ സ്വർഗം കൃപ ചെയ്യും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. നമുക്ക് ഒരു പാട്ടിന്റെ ഒരു കോറസ് കേൾക്കാം. അലിഷ മോളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവമെല്ലാ നാളും ആനന്യം തന്നെ അണച്ചിടുമാനുദിനം ചിറകടിയിൽ. എന്റെ ദൈവമെല്ലാ നാളും ആനന്യം തന്നെ അണച്ചിടുമാനുദിനം ചിറകടിയിൽ. ഏഴുകളിന്മാരും നിത്യം ചുമക്കുന്ന ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. ഏഴുകളിന്മാരും നിത്യം ചുമക്കുന്ന ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ. നാമ്പുപൂര വന്നിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. നാമ്പുപോലെ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ. എന്റെ ദൈവമെല്ലാ നാളും ആനന്യം തന്നെ അണച്ചിടുമാനുദിനം ചിറകടിയിൽ. കഷ്ടനഷ്ടരോഗദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടനയേറ്റ യേശു കൂടെയുള്ളതാ. പോയിടാം ധൈര്യമായി നാഥൻ പാതയിൽ. എന്റെ ദൈവമെല്ലാ നാൾ ആനന്യം തന്നെ അണച്ചിടുമാനുദിനം ചിറകടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം. എല്ലാവരും ഒരു നിമിഷം കൂടെ തലകൾ ദൈവത്തിന് മടക്കിയാട്ടാം. കരുണയുള്ളവനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞ ദീർഘമാസങ്ങൾ ക്രിസ്തീയ ശുശ്രൂഷയുടെ വിവിധ വശങ്ങൾ ചിന്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതോർത്ത് സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഓർഡിനേഷനെ കുറിച്ച് അടിയങ്ങൾ പഠിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അങ്ങയുടെ ജനത്തോട് കൂടിയിരിക്കണമേ. ജോയിൻ ചെയ്യാനുള്ളവരെല്ലാവരും എത്രയും വേഗം ജോയിൻ ചെയ്യുവാൻ ദൈവം സഹായിക്കണം. ഈ പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവനാമഹത്വമായിരിക്കാൻ നാഥൻ കൃപ ചെയ്താട്ടെ. ആവശ്യങ്ങൾ കൂടിയിരിക്കണം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരും ദൈവം ആസ്വദിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ.
കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് നാം ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് ഓർഡിനേഷൻ, അല്ലെങ്കിൽ എന്താണ് കൈവെപ്പ് ശുശ്രൂഷ? ഇംഗ്ലീഷിൽ അതിനെ ഓർഡിനേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പുതിയ നിയമസഭയിൽ ഇടയപരിപാലന ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിച്ചു നിർത്തിയിരിക്കുന്നവരെ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ കൈവച്ച് അനുഗ്രഹിച്ച് അഥവാ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന ശുശ്രൂഷയുടെ പേരാണ് ഓർഡിനേഷൻ. എന്നോട് പറയാം, പുതിയ നിയമസഭയിൽ ഇടയപരിപാലന ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിച്ച് ഇരിക്കുന്ന ദൈവദാസന്മാരെ അഭിഷിക്തരായ ദൈവദാസന്മാർ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നതാണ് എന്ത്? കൈവെപ്പ് ശുശ്രൂഷ അഥവാ ഓർഡിനേഷൻ എന്ന് അറിയപ്പെടുന്നത്. പഴയ നിയമസഭയിലും ഓർഡിനേഷൻ നടന്നു വന്നിരുന്നു. അല്ലെങ്കിൽ ഇസ്രയേൽ സഭയിൽ ഓർഡിനേഷൻ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ പിതാവായ ദൈവം ഇസ്രയേല്യരുടെ നടുവിൽ നിന്ന് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കായി ലേവി ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു. നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നീ ലേവ്യ ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോനെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവന്റെ മുമ്പാകെ നിർത്തുക. അവർ സമാഗമന കൂടാരത്തിന് മുമ്പിൽ അവന്റെ കാര്യവും സർവ്വസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം. നോക്കണം, ലേവി ഗോത്രത്തെ വേർതിരിച്ച് അഹരോന് ശുശ്രൂഷ ചെയ്യാൻ അവരെ നിയമിക്കണം. പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും ശുശ്രൂഷയ്ക്കായി ദൈവം തെരഞ്ഞെടുത്തത് 12 ഗോത്രങ്ങളെ അല്ല. ദൈവം ആദ്യം അങ്ങനെ എല്ലാ ഗോത്രങ്ങളും ദൈവിക ശുശ്രൂഷയിൽ ഭാഗവാക്കാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഒരു വാക്യം കൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യം. പുറപ്പാട് പുസ്തകം 19-6. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, 12 ഗോത്രങ്ങളും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടിവരാണ്. പക്ഷെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ദൈവം 12 ഗോത്രങ്ങളെയും ശുശ്രൂഷയ്ക്കായി, ഇസ്രയേൽ എൻ്റെ ആദ്യജാതൻ, അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം പിന്നീട് അത് മാറ്റുവാനിടയായി. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 3-ന്റെ 10.
അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. അഹരോനെയും പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കണം. അടുത്തു വരുന്നവൻ അഥവാ അന്യൻ അടുത്തു വന്നാൽ, മറ്റേതെങ്കിലും ഗോത്രത്തിലുള്ളവർ അടുത്ത് വന്നാൽ അവർ മരണശിക്ഷ അനുഭവിക്കണം. ദൈവം നിയമിച്ചാക്കാത്ത ആരെങ്കിലും ശുശ്രൂഷയിൽ കൈകടത്തിയാൽ അവർ മരണശിക്ഷ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കണം, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രയേൽ ജനത്തിൽ അഹരോനെയും അവന്റെ പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ദൈവം കണ്ടിരുന്നു, ദൈവം വേർതിരിച്ചിരുന്നു. അവരുടെ ഓർഡിനേഷന് കൊടുത്ത പേരാണ് കരപൂർണം. നിങ്ങൾ സമയം പോലെ ലേവ്യ പുസ്തകം 8-ാം അധ്യായം വായിക്കണം. കരപൂർണ യാഗം. അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കരപൂർണയാഗം നടത്തി അവരെ വേർതിരിക്കുവാൻ തക്കോണമിടയായി തീർന്നു. എന്തുകൊണ്ടാണ് ദൈവം മറ്റ് 11 ഗോത്രങ്ങളെ ഒഴിവാക്കിയത്? നമുക്കറിയാം, മോശ ദൈവാലോചന പ്രകാരം ഹോരേബ് പർവ്വതത്തിൽ കയറിപ്പോയി. 40 ദിവസം ദൈവത്തോടൊത്ത് മോശ താമസിച്ചു. മോശ മടങ്ങി വരാൻ താമസിച്ചപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം ബഹളം കൂട്ടി. അഹരോനെ നിർബന്ധിച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കാളക്കുട്ടിയുടെ മുമ്പിൽ അവരെ ആർത്ത് ഉല്ലസിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഉടനെ തന്നെ ദൈവനിയോഗപ്രകാരം മോശ ഇറങ്ങി വന്നു. നമുക്കറിയാം, കാൽപ്പലകയൊക്കെ എറിഞ്ഞു പൊട്ടിച്ച ചരിത്രമൊക്കെ അറിയാം. മോശ ഒരു പ്രസ്താവന നടത്തി, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ലേവി ഗോത്രം മാത്രമാണ് ആ സമയത്ത് അടുത്തു വന്നത്. തെറ്റ് ചെയ്തത് ലേവി ഗോത്രമാണ് എങ്കിലും, അഹരോനാണ് കാളക്കുട്ടി ഉണ്ടാക്കിയെങ്കിലും, തെറ്റ് ചെയ്തെങ്കിലും ആ ഗോത്രം മടങ്ങി വന്നപ്പോൾ ഇരട്ടി സ്നേഹത്തോടെ ദൈവം ആ ഗോത്രത്തെ സ്വീകരിച്ചു. തുടർന്നാണ് ആ ലേവി ഗോത്രത്തെ മാത്രം ദൈവം ഫോക്കസ് ചെയ്ത് ശുശ്രൂഷ ഏൽപ്പിക്കാനിടയായിത്തീർന്നു. ദൈവവിളി കേട്ട് ദൈവീയ ഭാഗത്ത് നിൽക്കുന്നവന് മാത്രമേ ദൈവീയ ശുശ്രൂഷ ദൈവം തരികയുള്ളൂ. രാമൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ മഹാപുരോഹിതനെ ദൈവം വേർതിരിച്ചു, പുരോഹിതന്മാരെയും വേർതിരിച്ചു. ഇസ്രയേലിൽ കാലാകാലങ്ങളിൽ ഓരോ മഹാപുരോഹിതനും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. സ്തോത്രം. മഹാപുരോഹിതന് 7 കൂട്ടം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ചുമ്മാതെ കരപൂർണയാഗം നടത്തി വിടുകയല്ല, അല്ലെ ഓർഡിനേഷൻ കൊടുത്തു വിടുകയല്ല. അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? മഹാപുരോഹിതന് 7 കൂട്ടം വസ്ത്രം ഉണ്ടായിരുന്നു. നിങ്ങൾ സമയം പോലെ പുറപ്പാട് 28-ാം അധ്യായമൊക്കെ വായിച്ചു കൊള്ളുക. എന്നാൽ പുരോഹിതന്മാർക്ക് 3 കൂട്ടം വസ്ത്രമേ ഉള്ളായിരുന്നു. തലപ്പാവും നീളക്കുപ്പായവും അരക്കെട്ടും, അങ്ങനെ 3 കൂട്ടം വസ്ത്രമേ പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. അവർക്ക് പ്രത്യേക വസ്ത്രം ഉണ്ടായിരുന്നു. ദൈവം
അവരെ വിശുദ്ധീകരിച്ചു. അവരുടെ തലയിൽ തൈലാഭിഷേകം നടത്തി അവരെ കൈവച്ച് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുമായിരുന്നു. ഇതായിരുന്നു പഴയ നിയമ കാലഘട്ടങ്ങളിലെ ഓർഡിനേഷൻ. അന്നേരം ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളത്. അത് യഹൂദാ ഗോത്രത്തിന് കയറി ചെയ്യാൻ ഒക്കത്തില്ല, ബെന്യാമിൻ ഗോത്രത്തിന് കയറി ചെയ്യാൻ ഒക്കുകയില്ല, ദാൻ ഗോത്രത്തിന് കയറി ചെയ്യാൻ ഒക്കത്തില്ല. സ്തോത്രം. ദൈവം വിളിച്ച് വേർതിരിച്ച് നിയമിച്ചവർക്കല്ലാതെ ആ ശുശ്രൂഷയിൽ കൈകടത്താൻ പാടില്ല. ആൾബലം കൊണ്ടോ പ്രായത്തിന്റെ മൂപ്പ് കൊണ്ടോ ഇന്റിമസി കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഒന്നും ഒരിക്കലും ദൈവീയ ശുശ്രൂഷ സ്വയം ചെയ്യാൻ കഴിയുന്നതല്ല. അത് ദൈവം തന്നെ വേർതിരിക്കണം. ഇവിടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ ദാസന്മാരാണ് കൂടുതൽ. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ, ഇങ്ങനൊരു ശുശ്രൂഷയൊന്നും ആഗ്രഹിച്ചതല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടതുമല്ല. പക്ഷെ ദൈവം വിളിച്ച് വേർതിരിച്ചാക്കിയത് കൊണ്ട് മാത്രമാണ് ഇതിൽ നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവവിളിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ ബൈബിൾ കോളേജുകളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അവർ ഇന്റർവ്യൂവിന് ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് ദൈവവിളി ഉണ്ടോ? ഇന്ന് അങ്ങനെയുള്ള ചോദ്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല. ഇന്ന് നിനക്ക് എത്ര രൂപ ഫീസ് തരാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. നീ ഇവിടെ കണ്ടിന്യൂ ചെയ്യുമോ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഫിസിക്കൽ മാറ്റേഴ്സ് ആണ് ഇന്ന് കൂടുതലും പറയുന്നത്. എന്നാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ, പഴയ കാലങ്ങളിലൊക്കെ ബൈബിൾ സ്കൂള്, ബൈബിൾ കോളേജുകളിലൊക്കെ ആദ്യം ചോദിക്കുന്നത് ദൈവവിളി ഉണ്ടോ? അതാണ് പ്രഥമ യോഗ്യത. അല്ലാതെ നീ ഡിഗ്രിക്കാരനാണോ? സുവിശേഷം, ഞാൻ ചോദിക്കട്ടെ, സുവിശേഷം വല്ല ചെയ്യാൻ സെക്കുലർ ഡിഗ്രി ഒന്നും നിർബന്ധമൊന്നുമല്ല. ഇന്ന് എല്ലാ സെമിനാരിയിലും സെക്കുലർ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിരിക്കുക ദൈവവചനം പഠിക്കണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാരാരും യേശുവിന്റെ പാദമെടുത്തിട്ട് പഠിക്കാൻ കഴിയാതെ വന്നേനമായിരുന്നു. ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ സെക്കുലർ ഡിഗ്രീസോ കുടുംബ പശ്ചാത്തലമോ ഇതൊന്നുമല്ല. ഒന്നാമത്തെ യോഗ്യത ദൈവം നിന്നെ തെരഞ്ഞെടുത്തോ, നിനക്ക് ദൈവവിളി ഉണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് പുതിയ നിയമസഭയിലെ ഓർഡിനേഷനെ കുറിച്ച് ചിന്തിക്കാം. ഒരു 3 വാക്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നിന്ന് വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സമയത്ത് ബർന്നബാസ് നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവ് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ആമേൻ. ഇതാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന സാക്ഷാൽ ഓർഡിനേഷൻ. അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ സഭയ്ക്കകത്ത് പ്രവാചകന്മാരുണ്ട്. ആ സഭയ്ക്കകത്ത് ഉപദേഷ്ടാക്കന്മാരുണ്ട്. അനേക അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ ആ സഭയ്ക്കകത്തുണ്ട്.
ആ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശബ്ദമുണ്ടായി. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി, അതായത് പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിക്കണം. അന്നേരം ഒന്നാമത്തെ അംഗീകാരം നമുക്ക് കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവാണ് ആദ്യം സാക്ഷ്യം പറയേണ്ടത്, ഇവനെ സുവിശേഷ വേലയ്ക്ക് കൊള്ളാം. അല്ലാതെ ഭൂമിയിലെ ഏതെങ്കിലും സംഘടനയോ നമുക്ക് ബോധിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് നീങ്ങി സുവിശേഷ വേല ചെയ്തോ, ഇതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയണം. അന്ത്യോക്യ സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവമാണ് ബർന്നബാസിനെയും ശൗലിനെയും ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അവരെ കൈവച്ച് വേർതിരിച്ചയക്കണം. പുതിയ നിയമ ഓർഡിനേഷൻ എന്ന് പറയുന്നത് ദൈവം അംഗീകരിച്ച ഒരു ദൈവദാസനെ ദൈവസഭയും അംഗീകരിച്ച് സുവിശേഷ വേലയ്ക്ക് അയക്കുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ദൈവം അംഗീകരിച്ച ഒരാളെ ലോക്കൽ സഭയും അംഗീകരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ അന്ത്യോക്യ സഭയിലെ മൂപ്പന്മാർ ബർന്നബാസിന്റെയും ശൗലിന്റെയും തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുവാനിടയായി. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാലും ആദിമസഭയിൽ ഒരു ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ ചില തർക്കങ്ങളും വാദങ്ങളും ആദ്യ സഭയിൽ ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, യവനായ വിധവമാരെ എബ്രായ സഹോദരന്മാരെ കെയർ ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടവണ്ണം ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് അവർ വാദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അപ്പോസ്തലന്മാര് പറഞ്ഞു, നല്ല സാക്ഷ്യവും വിശ്വാസവും പരിശുദ്ധാത്മാവിന്റെ നിറവുമുള്ള 7 പേരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അങ്ങനെ സ്തോത്രം, നമുക്കറിയാം 7 പേരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സ്തെഫാനോസ്. അതുപോലെ തന്നെ ഫിലിപ്പോസ് ഒക്കെ ശുശ്രൂഷയിൽ ഒത്തിരി ശോഭിച്ച 2 വ്യക്തിത്വങ്ങളാണ്. സ്തോത്രം. ഞാൻ പറയുന്നത് സുവിശേഷ വേലയ്ക്കും സഭയുടെ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ കൈവച്ച് വേർതിരിക്കുന്ന സംഭവങ്ങളുണ്ട്. അതെല്ലാം ദൈവസഭയുടെ ഉന്നമനത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. അതുപോലെ തന്നെ 1 തീമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. 1 തീമോഥെയോസ് 4:14. ഈ മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്റെ കൃപാവരം എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടത് കരുതുക. അന്നേരം തീമോഥെയോസിനെ മൂപ്പന്മാർ കൈവച്ച് ശുശ്രൂഷയ്ക്കാക്കി. മൂപ്പന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തീമോഥെയോസിന് കൃപാവരങ്ങൾ ലഭിച്ചു. 2 തീമോഥെയോസ് 1:6 വായിക്കാം. 2 തീമോഥെയോസ് 1:6. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ, അപ്പോസ്തലനായ പൗലോസും തീമോഥെയോസിനെ കൈവച്ച് ശുശ്രൂഷയ്ക്കാക്കുവാനിടയായി. പുതിയ നിയമസഭയിൽ അഭിഷിക്തരായിരിക്കുന്ന ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന സിസ്റ്റം
അന്ന് ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്നേരം മൂപ്പന്മാരുടെ കൈവെപ്പുണ്ട്, അപ്പോസ്തലന്മാരുടെ കൈവെപ്പുണ്ട്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓർഡിനേഷൻ നൽകുന്നതിനുള്ള യോഗ്യത ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഓർഡിനേഷൻ നൽകുന്നതിനുള്ള യോഗ്യത എന്താ? വഴിയെ പോകുന്ന ഒരാള് എനിക്ക് ദൈവവിളിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓർഡിനേഷൻ തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാനുള്ളതൊന്നും അല്ല. അവനെ ദൈവം വിളിച്ചോ എന്ന് എങ്ങനെ അറിയുന്നത്? അവന്റെ പ്രവൃത്തിയിൽ അറിയാം, ശുശ്രൂഷയിൽ അറിയാം. ആരെല്ലാം തടഞ്ഞാലും കർത്താവിന്റെ വേലയിൽ അവൻ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അവന്റെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസമുണ്ട്, അവന്റെ സംസാരത്തിൽ ഒരു വ്യത്യാസമുണ്ട്, ഡീലിങ്സിൽ ഒരു വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അന്നേരം സുവിശേഷ വേലയെ ആർക്കും തടയാൻ പറ്റത്തില്ല. ദൈവവിളിയുള്ള ഒരു മനുഷ്യനെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ആർക്കും തടയാൻ പറ്റത്തില്ല. ആരെല്ലാം എതിരായി നിന്നാലും തടസ്സമായി നിന്നാലും സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, അതൊരു മെസ്സേജിലാണെന്ന് തോന്നുന്നു, വിതയ്ക്കാൻ മനസ്സുള്ളവന്റെ കയ്യിൽ ദൈവം വിത്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? വിതയ്ക്കാൻ മനസ്സുള്ളവന്റെ കയ്യിലാണ് ദൈവം വിത്ത് കൊടുക്കുന്നത്. സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നവനിൽ വീണ്ടും വീണ്ടും ശുശ്രൂഷകൾ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. അന്നേരം ദൈവവിളിയുണ്ട് എന്ന് പറയുന്നവർക്കെല്ലാം കൊടുക്കാനുള്ളതല്ല ഓർഡിനേഷൻ, ആണോ? സ്തോത്രം. ഇന്ന് ചില സഭാ നേതാക്കന്മാര് ഓർഡിനേഷൻ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, പണത്തിന്റെ അടിസ്ഥാനത്തിൽ. ശ്രദ്ധിക്കണം, പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനേഷൻ പലർക്കും കൊടുക്കും. പക്ഷെ അവരെ ദൈവം വിളിക്കുകയോ പരിശുദ്ധാത്മാവ് വേർതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് 2 പ്രാവശ്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനേഷൻ കൊടുക്കാറുണ്ട്. സ്തോത്രം. എന്റെ കൊച്ചപ്പന്റെ മകനാണ്, അതുകൊണ്ട് നിനക്ക് ഓർഡിനേഷൻ തന്നേക്കാം, നീ പോയി സഭ നടത്തിക്കൂ, നീ വെക്കൂ. സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ളതല്ല. സ്തോത്രം. എന്ത് ഓർഡിനേഷൻ? റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ളതല്ല ഓർഡിനേഷൻ. ശുപാർശ ചെയ്താൽ കൊടുക്കാനുള്ളതല്ല. ആദ്യം ദൈവമാണ് ശുപാർശ ചെയ്യേണ്ടത്. വ്യക്തിപൂജയുടെ അടിസ്ഥാനത്തിൽ കുറച്ചു നാള് സ്തോത്രം, ഇവന് എൻ്റെ ബാഗ് ചുമന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി സഹായമൊക്കെ ചെയ്തതാണ്, അത് നിനക്ക് ഓർഡിനേഷൻ തന്നേക്കാം, അങ്ങനെ ചെയ്യാനുള്ളതുമല്ല ഓർഡിനേഷൻ. സ്തോത്രം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നിലയിലെല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിലും സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലും ശുപാർശയുടെ അടിസ്ഥാനത്തിലും വ്യക്തിപൂജയുടെ അടിസ്ഥാനത്തിലെല്ലാം ഓർഡിനേഷൻ കൊടുത്ത് ആ ഓർഡിനേഷന്റെ പവിത്രത അധപ്പതിച്ചു പോയി. മനസ്സിലായോ? ഇങ്ങനെ ഓർഡിനേഷൻ കിട്ടിയിട്ടുള്ള പലർക്കും ശുശ്രൂഷയുടെ ആദ്യ പാഠങ്ങൾ പോലും അറിയത്തില്ല. എത്ര ദുഃഖകരമാണെന്നറിയാമോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. സ്തോത്രം. ദൈവം വേർതിരിച്ചവരെ മാത്രമേ സഭ വേർതിരിക്കാവൂ. ദൈവം വേർതിരിച്ചവരെ മാത്രമേ. എൻ്റെ ഒരു സ്നേഹിതൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഓർഡിനേഷനൊക്കെ കിട്ടിയ ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു. നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം മെക്കാനിക്ക് പണി ചെയ്യുകയാണ്. ഒരു വർക്ക്ഷോപ്പൊക്കെ ഇട്ട് മെക്കാനിക്കൽ പണി ചെയ്യുക. ഇവിടെ എല്ലാവരും കൂടി നിർബന്ധിച്ച് പുള്ളിക്ക് ഓർഡിനേഷൻ കൊടുത്തു. തല പോകേണ്ടി വന്നാലും ദൈവവിളിയുള്ളവൻ ആ ശുശ്രൂഷ തന്നെ ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്തുകൊള്ളണം. അന്നേരം സാഹചര്യം നോക്കി ശുശ്രൂഷ ചെയ്യാനുള്ളതല്ല ദൈവവിളിയിൽ നിന്ന് ലഭിക്കപ്പെട്ട ശുശ്രൂഷ എന്നുള്ളത്. സ്തോത്രം. അങ്ങനെ വേർതിരിക്കപ്പെട്ടവർക്ക് ശുശ്രൂഷ ദൈവം നൽകിക്കൊണ്ടിരിക്കും. 1 തീമോഥെയോസ് 1:12 നോക്കിക്കേ. പൗലോസ് എന്താ പറയുന്നത്? 1 തീമോഥെയോസ് 1:12. അത് നിമിത്തം തന്നെ
ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു. 1 തീമോഥെയോസ് 1:12 നമ്മൾ വായിച്ചേ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തയേശു എനിക്ക് ശക്തി നൽകിയ നമ്മുടെ കർത്താവ് എന്നെ ക്രിസ്തുവേശു എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, പൗലോസ് ദൈവസഭയെ ഉപദ്രവിച്ചൊരു മനുഷ്യനായിരുന്നു. ക്രിസ്തീയ ശുശ്രൂഷകൾക്കെതിരായി നിന്നൊരു മനുഷ്യൻ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ പലരുടെയും വസ്ത്രം കാത്തു നിന്ന മനുഷ്യൻ. അദ്ദേഹം പറയാണ്, എനിക്ക് ശുശ്രൂഷ തന്നത് ക്രിസ്തുയേശുവാണ്. അവൻ എന്നെ വിശ്വസ്തനെന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ശുശ്രൂഷയ്ക്കാക്കുന്നത് ലോക്കൽ സഭയിലെ പാസ്റ്ററല്ല, ശുശ്രൂഷയ്ക്കാക്കുന്നത് സെൻട്രൽ പാസ്റ്ററല്ല, ശുശ്രൂഷയ്ക്കാക്കുന്നത് സഭയുടെ നേതൃത്വമല്ല. ആദ്യം ശുശ്രൂഷയ്ക്ക് നിയമിക്കുന്നത് ദൈവമാണ്. പിന്നാണ് ബാക്കി പ്രൊസീജിയറൊക്കെ നടക്കുന്നത്. ദൈവം വിളിച്ച ഒരു വ്യക്തിക്ക് ആരെല്ലാം ശുശ്രൂഷ കൊടുക്കാതെ തടഞ്ഞാലും ദൈവം അവന് വേദികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ദൈവവിളിയുടെ പ്രത്യേകത. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു ലോർഡ്. നേരം എഫെസ്യ ലേഖനം 4:11 നമുക്കറിയാം. അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. ആരെ? ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സഭയിൽ എല്ലാവരെയുമല്ല, ചിലരെ എന്നുള്ള പദം ശ്രദ്ധിക്കണം. അവൻ സഭയിൽ ചിലരെ, സഭയിൽ 100 പേരുണ്ടെങ്കിൽ 500 പേരുണ്ടെങ്കിൽ 500 പേർക്കും അപ്പോസ്തലനാകാൻ കഴിയത്തില്ല. സഭയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും പ്രവാചകനാകാൻ കഴിയത്തില്ല. 100 പേർക്കും പാസ്റ്ററാകാൻ പറ്റിയില്ല. സ്തോത്രം. അവൻ സഭയിൽ ചിലരെ. നേരം ദൈവമാണ് ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ മറുഭാഗത്ത് ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ സ്തോത്രം, മനുഷ്യൻ നിയമിച്ചവർ ആത്മീയ മണ്ഡലത്തെ പിടിച്ചടക്കിയിരിക്കുക. മനുഷ്യൻ നിയമിച്ചവര്, യാതൊരു യോഗ്യതയുമില്ലാത്ത എത്രയോ സെൻട്രൽ പാസ്റ്റേഴ്സ് ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. യാതൊരു അടിസ്ഥാന യോഗ്യതയുമില്ലാത്ത എത്രയോ പേരിന്ന് ലോക്കൽ സഭയുടെ പാസ്റ്റേഴ്സ് ആയി മാറിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾ കൊണ്ടോ സ്വയം കൊണ്ടോ ആയി തീർന്നവരല്ല ദൈവം നിയമിച്ചാക്കിയവർ. ദൈവം നിയമിച്ചവർ സഭ നയിക്കണം. രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവം നിയമിച്ചവർ ദൈവസഭയുടെ നേതാക്കന്മാരാകണം. ഇന്ന് ആത്മീയർ, ശുശ്രൂഷയുള്ളവർ, നല്ല സാക്ഷ്യമുള്ളവർക്കൊക്കെ കിട്ടാക്കനിയായി ഇരിക്കുന്ന ഒരു കാര്യമാണ് ഓർഡിനേഷൻ എന്നുള്ളത്. കാരണം അവർക്ക് പണമില്ല കൊടുക്കാൻ. ശുശ്രൂഷ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് സ്വാധീനമില്ല. അവർക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ഓർഡിനേഷൻ പലർക്കും ലഭിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ദൈവം കൊടുത്തൊരു ഓർഡിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇനി ഞാൻ പറയട്ടെ, ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഓർഡിനേഷൻ കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 33. എടുത്തവരാദ്യം വായിക്കണം. സംഖ്യ 2:33. എന്നാൽ യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. അടുത്തത്. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ
ഒക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താങ്കളുടെ കൊടിയരികെ പാളയമിറങ്ങി. മതി. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 33 വായിച്ചത്. ലേവ്യരെ മറ്റു ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 3:9-10 വാക്യം. അഹരോനും അവന്റെ പുത്രന്മാർക്കും കൊടുക്കണം. ഇസ്രായേൽ മക്കളിൽ നിന്ന് അവർ സാക്ഷാൽ ദാനമുള്ളവർ ആകുന്നു. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. ആവർത്തന പുസ്തകം 10:9. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരനോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവനെ വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. ഇതെല്ലാം മനസ്സിലായോ വായിച്ചതിൽ നിന്ന്? ശുശ്രൂഷയ്ക്കായി ഒരുവൻ ദൈവത്താൽ വേർതിരിക്കപ്പെടുമ്പോൾ അവന്റെ അവകാശവും അവന്റെ ഓഹരിയും ദൈവം മാത്രമാണ്. ലേവി ഗോത്രത്തെ മറ്റു ഗോത്രങ്ങളോടുകൂടെ എണ്ണപ്പെടാതെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വേർതിരിച്ചപ്പോൾ ദൈവമായിരുന്നു അവരുടെ ഓഹരിയും അവകാശവും. യാഗവസ്തുക്കളിൽ ഒരു ഭാഗം ഉപജീവന മാർഗത്തിനായി ദൈവം അവർക്ക് കൽപ്പിച്ചിരുന്നു. ദശാംശം അവർക്ക് ദൈവം കൽപ്പിച്ചിരുന്നു. ചില യാഗങ്ങളുടെ ഓഹരി ദൈവം അവർക്ക് കൽപ്പിച്ചിരുന്നു. മറ്റുള്ളവരെ പോലെ ലൗകികമായ ജോലികളിൽ അവർക്ക് ഏർപ്പെടാൻ സമയമില്ല. അവർ പൂർണ്ണ സമയം ദൈവവേല ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ലേവ്യരെ മറ്റു ഗോത്രങ്ങളിൽ എണ്ണാതെ. ലേവ്യരുടെ അവകാശ ഓഹരിയും ദൈവം തന്നെയാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവദാസന്മാരുടെ അവകാശം അന്നു ഇന്നു എന്നും ദൈവം തന്നെയാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം വിളിച്ചവന്റെ പ്രത്യേകത അവരെ നടത്തുന്ന ദൈവമാണ്. മനസ്സിലായോ? പൂർണ്ണ സമയം ഒരു ദിവസം 24 മണിക്കൂർ കിട്ടിയാലും ദൈവവേല ചെയ്ത് തീർക്കാൻ കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ ജോലിയുള്ള ബന്ധത്തിലൊക്കെ ദൈവവേലയുടെ ഭാഗം വഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് അഭിനന്ദനാർഹം തന്നെയാണ്. എങ്കിലും സ്തോത്രം, ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു മാസം ഇത്ര രൂപ സാലറി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ, ആര് സഹായിക്കുമെന്നറിയാതെ 100% ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർ ഒട്ടനവധി ആത്മീയ മണ്ഡലത്തിലുണ്ട്. അവരുടെ ഓഹരി ദൈവം മാത്രമാണ്. ആ ശുശ്രൂഷയ്ക്കൊരു ഭംഗിയുണ്ട്. സ്തോത്രം. ചിലർ പറയും, ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടുകയില്ല. അങ്ങനത്തെ കൈ നീട്ടുന്ന ശുശ്രൂഷയല്ല ഇത്. സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ദൈവമാണ് ചെയ്യുന്നത്. കർത്താവ് ഒരു കാര്യം നല്ലതെന്ന് കൽപ്പിച്ചാൽ അതിനെ അഭംഗിയായി കാണല്ലേ. സുവിശേഷ വേല ചെയ്യുന്നവൻ സുവിശേഷ വേല കൊണ്ട് ഉപജീവിക്കണമെന്ന് 1 കൊരിന്ത്യർ 9 കാണുവാനിടയായിത്തീരും. സ്തോത്രം. അതാരുടെയും കൈനീട്ടുകയല്ല, ദൈവം ചിലരെ ഏൽപ്പിച്ച് ചെയ്യുക. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ മാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടത്തില്ലേ? അതുപോലെ ദൈവവേല ചെയ്യുമ്പോൾ ദൈവം ദൈവദാസന്മാരുടെ ഓഹരി ചിലരിൽ കൂടെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവമാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. മത്തായി 9:9. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചാട്ടെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ശുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു.
അവനെ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. സ്തോത്രം. നോക്കുക, നമുക്കറിയാം യേശു തമ്പുരാൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഇവരെല്ലാവരും ജോലിയുള്ളവരായിരുന്നു. ഇവിടെ വായിച്ച മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, പുള്ളി ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. താൻ ചുങ്കം പിരിക്കാൻ നിന്ന സ്ഥലത്ത് നിന്ന് എന്നെ അനുഗമിക്ക എന്ന് യേശു പറഞ്ഞപ്പോൾ അവന് ജോലി വിട്ട് യേശുവിനെ അനുഗമിച്ചു. പറഞ്ഞ മനസ്സിലായോ? മീൻ പിടിക്കുന്ന ശിഷ്യന്മാർ അവരുടെ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. കാരണം സുവിശേഷ വേല അതിന്റെ പൂർണ്ണ ഭംഗിയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ അതിൽ മാത്രമായിരിക്കണം. അങ്ങനെ വിളിയുള്ളവർ അത് തന്നെ ചെയ്യണം. മനസ്സിലായോ? കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. സീനിയർ കർത്തദാസന്മാർ അങ്ങനെയുള്ളവരെ കൈവച്ച് വേർതിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ശുശ്രൂഷയ്ക്കായി ഒരുവൻ ദൈവത്താൽ വേർതിരിക്കപ്പെടുമ്പോൾ അവർക്ക് ഓർഡിനേഷൻ കൊടുക്കണം. 2, വചനം നന്നായി പഠിച്ചവർക്ക് വേണം ഓർഡിനേഷൻ കൊടുക്കാൻ. ദൈവവചനത്തിന്റെ ആദിമ പാഠങ്ങൾ പോലും അറിയാത്ത ഒരുപാട് പേര് ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. അത് വളരെ ദുഃഖകരമാണ്. അവരുടേതായ ഉപദേശങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, ബൈബിളിലെ ഉപദേശങ്ങളല്ല. അതുകൊണ്ട് ഇന്ന് പല ജനങ്ങൾക്കും കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാത്ത പലരെയും സ്നാനപ്പെടുത്തി നിർത്തും. ഞാൻ പണ്ടൊരിക്കലും ഒരാൾ ചോദിച്ചു, അത് പിന്നെ അങ്ങ് ശരിയായിക്കോളൂ എന്ന്. അങ്ങനെ ശരിയാകാനുള്ളതല്ല സ്നാനം എന്നുള്ളത്. രക്ഷിക്കപ്പെട്ടു എന്ന് ബോധ്യമാകുമ്പോൾ സ്നാനപ്പെടുന്ന വ്യക്തി പറയണം, എനിക്ക് സ്നാനപ്പെടണം. പിന്നെ ശരിയാകാനുള്ളതല്ല ആ ശുശ്രൂഷ. വചനം നന്നായി പഠിച്ചവർക്ക് വേണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. വണ്ടി ഓടിക്കാൻ അറിയാത്തൊരാളുടെ കയ്യിൽ എത്ര നല്ല വണ്ടി കൊടുത്താലും അവനത് നശിപ്പിച്ചിരിക്കും. മാരുതി കാർ കൊടുത്താലും നശിപ്പിക്കും, റോൾസ് റോയ്സ് കാർ കൊടുത്താലും നശിപ്പിക്കും. കാരണം അവൻ ഓടിക്കാൻ അറിയത്തില്ല. തിരുവചനം അറിയാത്ത ഒരാള് എങ്ങനെ ദൈവവേല ചെയ്യും? സ്തോത്രം. ആത്മീയ ശുശ്രൂഷയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് വേണം ഓർഡിനേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ പക്വത വന്നവർക്ക് വേണം. ഒരാൾ നമ്മെ 10 അടിച്ചാലും 10 ചീത്ത വിളിച്ചാലും സഹിഷ്ണുതയോടെ അതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ പ്രാപിക്കണം. സുവിശേഷവേലയിൽ എപ്പോഴും വെല്ലുവിളികളുണ്ട്. അത് വീട്ടിനകത്തുനിന്നുമുണ്ട്, പുറത്തുനിന്നുമുണ്ട്, സഭയ്ക്കകത്തുനിന്നുമുണ്ട്, ആത്മീയ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം ഉണ്ട്. സ്തോത്രം. എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. നോ, അങ്ങനല്ല. നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവമാണ്, ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് സംഘടനകൾ കൈവിട്ടാലും, സ്തോത്രം, വിശ്വാസികൾ കൈവിട്ടാലും, നേതാക്കന്മാർ കൈവിട്ടാലും വിളിച്ച ദൈവം വിശ്വസ്തന. ദൈവത്തിന് സ്തോത്രം. ഓർഡിനേഷൻ ഏൽക്കുന്ന വ്യക്തി വിവാഹിതനും നന്നായി കുടുംബത്തെ ഭരിക്കുന്നവനുമായിരിക്കണം. 1 തീമോഥെയോസ് 3-ാം അധ്യായം എടുത്താട്ടെ. 1 തീമോഥെയോസ് 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ അധ്യക്ഷൻ നിരുപമാന്യനായി ഏകമാന്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം, നിർമ്മലനായിരിക്കണം, ജിതേന്ദ്രനായിരിക്കണം, അതിഥിപ്രിയനായിരിക്കണം. സ്തോത്രം. ഇനി 5-ാം വാക്യം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ശുശ്രൂഷയുടെ പരിപാലനം
തുടങ്ങേണ്ടത് ഭവനത്തിലാണ്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാം. ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രം അടിച്ചിരുത്തുക എന്നുള്ളതല്ല, തല്ലുക എന്നുള്ളതല്ല. ആത്മീയ പക്വതയിൽ ഒരു കുടുംബത്തിൽ നമുക്കറിയാം എല്ലാവരും വിശ്വാസികളായിരിക്കുകയില്ല. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഭർത്താക്കന്മാരുണ്ട്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഭാര്യമാരുണ്ട്. സ്വതന്ത്രം ഒരു കുടുംബത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന മക്കൾ കാണും, വിശ്വാസത്തിൽ വരാത്തവര് കാണും. എന്നിട്ട് എല്ലാ കുടുംബങ്ങളും എല്ലാവരും വിശ്വാസത്തിൽ ഏകകണ്ഠമായി നിൽക്കണമെന്നില്ല. മനസ്സിലായോ? അന്നേരം വളരെ പക്വതയോടെ ജ്ഞാനത്തോടെ ഭവനത്തെ ഹാൻഡിൽ ചെയ്യാൻ സമർത്ഥനായിരിക്കണം ഒരു ശുശ്രൂഷകൻ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 6-ാം വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. 6-ാം വാക്യം കൂടെ വായിക്കാം. നിഗളിച്ച് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിഷ്യനും അരുത്. അന്നേരം പുതിയ ശിഷ്യൻ ഓർഡിനേഷൻ കൊടുക്കരുത്. ഇന്നലെ വിളി ഉണ്ടായെന്ന് പറഞ്ഞു, നാളെ പുള്ളി കോർഡിനേഷൻ. അന്നേരം നിഗളിച്ചിട്ട് പിശാചിന് വന്ന അവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന അന്നേരം സീനിയേഴ്സൊക്കെ നിൽക്കുകയാണ് ഓർഡിനേഷൻ കിട്ടാതെ. ഇന്നലെ വന്ന ആ കോർഡിനേഷൻ കിട്ടി. അന്നേരം അദ്ദേഹത്തിന് എന്തോ ഗമയായിരിക്കും, എന്തോ പവർ ആയിരിക്കും. അന്നേരം പുതിയ ശിഷ്യനെ ഓർഡിനേഷൻ കൊടുക്കൽ. കാരണം അവൻ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, കീഴ്പ്പെടേണ്ട കാര്യങ്ങളുണ്ട്. സഹിഷ്ണുത പഠിക്കണം, സൗമ്യത പഠിക്കണം, കീഴ്പ്പെടണം. സ്തോത്രം. ഏത് ദൈവദാസന്മാരും സീനിയർ ദൈവദാസന്മാരുടെ കീഴിൽ വിശ്വസ്തയോട് പഠിക്കണം. സ്തോത്രം. ഞാനൊക്കെ ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ പല ദൈവദാസന്മാരുടെ കീഴിൽ ദൈവവേല ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അല്ല, പാസ്റ്ററേക്കാൾ എല്ലാം എനിക്കറിയാം, എന്നെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട. അങ്ങനെ ചിന്താഗതിയുള്ള ഒരാൾ ഒരിക്കലും ശുശ്രൂഷയിൽ ശോഭിക്കുകയില്ല. എപ്പോഴും കീഴ്പ്പെടണം. സ്തോത്രം. നമുക്കറിയാം, മോശയുടെ കൂടെ യോശുവ ചേർന്ന് നിന്നു. ഏലിയാവിനെ പിരിയാതെ ഏലിശ പറ്റി നിന്നു. മനസ്സിലായോ? അവരൊക്കെയാണ് ദൈവം ശുശ്രൂഷയ്ക്ക് നന്നായി ഉപയോഗിച്ചത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അന്നേരം ഓർഡിനേഷൻ ഏൽക്കുന്ന വ്യക്തി വിവാഹിതനും നന്നായി കുടുംബത്തെ ഭരിക്കുന്നവനുമായിരിക്കണം. പുതിയ ശിഷ്യനെ ഓർഡൈൻ ചെയ്യരുത്. അടുത്തത്, നല്ല സാക്ഷ്യവും സ്വഭാവ വിശുദ്ധിയും അല്ലെങ്കിൽ ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ക്രിസ്തീയ ഉപദേശം എന്താണെന്ന് അറിയണം. ഒരാൾ പ്രസംഗിച്ചു, യേശുവിന് നമ്മെ പോലൊക്കെ പാപം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ യേശു ചെയ്തില്ലെന്നേ ഉള്ളത്. ഒരാൾ പ്രസംഗിച്ചതാ, യേശുവിനെ പാപം ചെയ്യാൻ കഴിയുമായിരുന്നു, പിന്നെ യേശു ചെയ്തില്ലെന്നേ ഉള്ളത്. ആ ഉപദേശത്തോട് നമുക്ക് യോജിക്കാൻ പറ്റിയില്ല. കാരണം യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ പാപം അറിഞ്ഞിട്ടില്ല. പാപം അറിയാത്തവൻ എങ്ങനെ പാപം ചെയ്യുന്നത്? അവന്റെ വായിൽ വഞ്ചന ഒട്ടുമില്ലായിരുന്നു. പാപം ഒഴികെ, അഭിപ്രായലേഖനക്കാരൻ പാപം ഒഴികെ സകലത്തിലും നൗതുല്യനായിത്തീർന്നു. പാപം ഒഴികെ. എന്നാൽ ആ പ്രമാണം അറിയാത്ത ഒരാൾ പറയുകയാണ്, യേശുവിന് പാപം ചെയ്യാമായിരുന്നു, പക്ഷെ യേശു ചെയ്തില്ല. ഇവിടെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ പാപം ചെയ്യാൻ അറിയത്തില്ല, നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് യേശുവിനെ കണക്കൂട്ടാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പുതിയ നിയമ സത്യത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എന്നിട്ടേ അത് പ്രസന്റ് ചെയ്യാവൂ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട്, പ്രാദേശിക സഭയുടെ സമ്മതവും മൂപ്പന്മാരുടെ അനുമതിയും മുൻകൂട്ടി വാങ്ങിയിരിക്കണം. ഒരു വ്യക്തി സഭയിൽ സാക്ഷ്യമുള്ളവനായി തുടരുകയാണെങ്കിൽ, അവൻ ആ സഭയിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അവനോട് സാക്ഷ്യത്തോടെ ശുശ്രൂഷയിലൊക്കെ ദൈവദാസനോട് ചേർന്ന് നിന്ന് ദൈവദാസൻ പറയുന്നതൊക്കെ ചെയ്ത് അങ്ങനെ നല്ല സാക്ഷ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സഭ പറയും
സ്തോത്രം. ആ സഹോദരൻ എന്ത് ചെയ്യണം? ഓർഡിനേഷൻ കൊടുക്കണം. അങ്ങനെ തെളിയിക്കണം. സ്തോത്രം. ദൈവദാസന്റെ കൂടെ ചേർന്ന് നിൽക്കണം. പായിടണോ? ഞാനുണ്ട്. കസാര ഉറക്കി അടുക്കണോ? ഞാനുണ്ട്. സ്തോത്രം. ഒരു വീട്ടിൽ പോണോ? ഞാനുണ്ട്. എല്ലാത്തിനും പറ്റി നിൽക്കണം. അവിടെയാണ് സ്തോത്രം പ്രാദേശിക സഭയുടെ സമ്മതം കിട്ടുന്നത്. അല്ലാതെ സഭയുമായി യാതൊരു ബന്ധവുമില്ലാതെ മുമ്പോട്ട് പോയിട്ട് എന്താ കാര്യം? പഴയ നിയമത്തിൽ സ്തോത്രം 4 ഓർഡിനേഷൻ കിട്ടിയ ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്കറിയാവോ? പഴയ നിയമത്തിൽ ജോൺസൺ ബ്രദറിന് അറിയാമോ 4 ഓർഡിനേഷൻ വാങ്ങിച്ച ഒരാളെ? ശൗല്. എനിക്ക് അലീഷ മോൾ ഇന്നലെ ചർച്ചിലുണ്ടായിരുന്നു, അതുകൊണ്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അന്നേരം നോക്കണേ, നമുക്ക് അതുകൂടെ ഒന്ന് ചിന്തിക്കണം. എന്താ IPC-യിലാണെങ്കിൽ 2 നിലയിലുള്ള ഓർഡിനേഷനാണ്. ആദ്യം ഇമാഞ്ചലിസ്റ്റ് ആയിട്ട് ഓർഡിനേഷൻ കൊടുക്കും, പിന്നെ പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ കൊടുക്കും. ചർച്ച് ഓഫ് ഗോഡിൽ 3 നിലയിലുള്ള ഓർഡിനേഷനാണ്. ആദ്യം എക്സോട്ടറായിട്ട് കൊടുക്കും, പിന്നെ പാസ്റ്ററായിട്ട് കൊടുക്കും, പിന്നെ ബിഷപ്പായിട്ട് കൊടുക്കും. മറ്റു സഭകളിലൊക്കെ 1 ടൈം ഓർഡിനേഷനാണ്. സഭാ നേതൃത്വം ഒരാളെ പ്രാർത്ഥിച്ചാക്കിയാൽ അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് 2ാമതൊരു ഓർഡിനേഷനും 3ാമതൊരു ഓർഡിനേഷനും ഒന്നുമില്ല. സ്തോത്രം. എനിവേ, അതൊക്കെ അതാത് സംഘടനയുടെ ഇഷ്ടമനുസരിച്ച് പോകട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. ദൈവത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. പഴയ നിയമത്തിൽ ബെന്യാമീൻ ഗോത്രത്തിൽ കീഷിൻ നെറ്റിന്റെ ഒരു ചെറിയ പ്രയാസം വന്നു, കേൾക്കാമല്ലോ. എന്നാലും പഴയ നിയമ കാലഘട്ടത്ത് ബെന്യാമീൻ ഗോത്രത്തിൽ കീഷിന്റെ മകനായിരിക്കുന്ന ശൗൽ, അവന് 4 ഓർഡിനേഷൻ കിട്ടി. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓർഡിനേഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഈ 4 ഓർഡിനേഷൻ കൊണ്ട് അവന് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രജിത്ത് പാസ്റ്ററെ, ഈ ശൗലിന് 4 ഓർഡിനേഷൻ കിട്ടിയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. സ്തോത്രം. 1 ശമൂവേൽ 9:16 വായിക്കാം. 1 ശമൂവേൽ 9:16. നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നാളെ ഈ നേരത്ത് ഞാൻ ഒരാളെ നിന്റെ അടുക്കൽ അയക്കും. ശമൂവേൽ പ്രവാചകനോട് യഹോവയായ ദൈവം ഇടപെടുകയാണ്. സ്തോത്രം. അതിന്റെ 16ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 16ാമത്തെ വാക്യം കൂടെ. നാളെ ഇന്നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിച്ചാട്ടെ, 20ാമത്തെ വാക്യം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വപിതൃഭവനത്തിന്. അതെ, നോക്കണേ. ഒന്നാമത്തെ അംഗീകാരം ഇവിടെ ശൗലിന് കിട്ടിയത് ഡിവൈൻ ഓർഡിനേഷൻ, ദൈവിക അംഗീകാരമാണ് കിട്ടിയത്. ശൗലിന് ആരുടെ അംഗീകാരം കിട്ടി? ദൈവത്തിന്റെ അംഗീകാരം കിട്ടി. ഡിവൈൻ ഓർഡിനേഷൻ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം നമുക്ക് കിട്ടേണ്ടത് ദൈവത്തിൽ നിന്നുള്ള അംഗീകാരമാണ്. ഇനി 2ാമത്തെ അംഗീകാരം 1 ശമൂവേൽ 10:1 വായിക്കാമോ? അപ്പോൾ ശമൂവേൽ
തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നോക്കണേ, ദൈവം അവനെ വേർതിരിക്കുന്നു. 2, ശമൂവേൽ പ്രവാചകൻ തൈലപാത്രം എടുത്ത് അക്ഷരികമായി അവന്റെ തലയിൽ ആ അഭിഷേകം ഒഴിച്ച് അവനെ ഓർഡൈൻ ചെയ്യുന്നു. പ്രൊഫറ്റിക് ഓർഡിനേഷൻ, പ്രവാചക അംഗീകാരം. ഒരു വലിയ പ്രവാചകനാണ് ശമൂവേൽ. ആ ശമൂവേൽ എന്ന പ്രവാചകൻ ശൗലിനെ ഓർഡൈൻ ചെയ്യുന്നു. 1 ദൈവിക അംഗീകാരം, ഡിവൈൻ ഓർഡിനേഷൻ. 2 1 പ്രൊഫറ്റിക് ഓർഡിനേഷൻ. മനസ്സിലായോ? ഇനി 3 1 ശമൂവേൽ 10:10. 1 ശമൂവേൽ 10:10. അത് കേട്ടില്ല വർഷങ്ങൾ ഒന്നുകൂടെ പറയാമോ? ഇവിടെ നെറ്റിനൊരു ചെറിയ പ്രശ്നമുണ്ട്. 1 ശമൂവേൽ 10:10. 1 ശമൂവേൽ 10:10. അവർ അവിടെ ഗിരിയങ്ങൾ എത്തിയപ്പോൾ ഒരു പ്രവാചകഗണം ഇതാ അതിനരികെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ആമേൻ. ഒരിക്കലും പ്രവാചകനല്ലാതിരുന്ന ശൗല്, കഴുതകളെ തേടിപ്പോയ ശൗല്, ദൈവം അവനെ വേർതിരിക്കുന്നു. പ്രവാചകനായി ശമൂവേൽ അവനെ വേർതിരിക്കുന്നു. 3 ഇപ്പോൾ നോക്കണം, ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് ജനം അറിയത്തക്കവണ്ണം അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ, ദൈവാത്മാവിന്റെ അംഗീകാരം അവന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അംഗീകാരം, പ്രവാചകനായ ശമൂവേലിന്റെ അംഗീകാരം, ഇവിടെ ഇതാ പരിശുദ്ധാത്മാവിന്റെ അംഗീകാരം. ഇനി 4 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. 1 ശമൂവേൽ 10 24 വാക്യം. 1 ശമൂവേൽ 10:24. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിനും അവനെ പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. ഇവിടെ ഇപ്പോൾ ജനത്തിന്റെ അംഗീകാരമാണ്. ദൈവം തെരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലയോ? അവനെ പോലെ മറ്റൊരുത്തനുമില്ല. ഇത് കേട്ടപ്പോൾ ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. ഇതാണ് പോപ്പുലർ ഓർഡിനേഷൻ, ജനത്തിന്റെ അംഗീകാരം. ഇത്രയും ഓർഡിനേഷൻ കിട്ടിയ ഒരാളെ വചനം പഠിപ്പിക്കുന്നില്ല. ഇത് ഭയങ്കര ഓർഡിനേഷനാണ്. സ്തോത്രം. പക്ഷെ ഈ 4 ഓർഡിനേഷനും അല്ലെങ്കിൽ 4 സർട്ടിഫിക്കറ്റും ഫ്രെയിം ചെയ്ത് ശൗലിന്റെ വീടിന്റെ ഭിത്തിയെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ശൗല് സ്വർഗരാജ്യത്തിലുണ്ടോ? പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറ. ശൗല് സ്വർഗരാജ്യത്തിലുണ്ടോ? ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഓർഡിനേഷൻ നല്ലതാണെങ്കിലും നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത് ഓർഡിനേഷൻ അല്ല. ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓർഡിനേഷൻ കിട്ടിയാൽ മതിയായിരുന്നല്ലോ സ്വർഗത്തിൽ പോകാൻ. ശൗൽ തള്ളപ്പെട്ടു. ഈ 4 ഓർഡിനേഷൻ കിട്ടിയവൻ തള്ളപ്പെട്ടു. 1 ശമൂവേൽ 15:23 വായിച്ചേ. 1 ശമൂവേൽ 15:23. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നീ യഹോവയുടെ വചനം
തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അന്നേരം ശൗൽ ദൈവരാജ്യത്തിൽ നിത്യതയിൽ എത്താത്തതിന്റെ കാരണം യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞു. വേണമെങ്കിൽ അവന് സാക്ഷി പറയാം, എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്, എന്നെ ശമൂവേൽ അഭിഷേകം ചെയ്തതാണ്, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഞാൻ ഭയങ്കര പ്രവചനം നടത്തിയ ആളാണ്, ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയാം. പക്ഷേ ശമൂവേൽ കൂടെ ദൈവാത്മാവ് പറയാണ്, ശൗലി നിന്നെ യഹോവയായ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു. 4 ഓർഡിനേഷൻ അല്ല 40 ഓർഡിനേഷൻ കിട്ടിയാലും ദൈവവചനത്തെ നാം തള്ളിക്കളഞ്ഞാൽ ദൈവം നമ്മയും തള്ളിക്കളയും. അതിന് ഓർഡിനേഷൻ ഒരു ബാധകമായിരിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ഭയങ്കര ശുശ്രൂഷയിലൊക്കെ നിന്നവര് തകർന്ന് തരിപ്പണമായത്. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ എന്ത് ചെയ്തു? ഈ പോർക്കളത്തിൽ പട്ടുപോയി, വീണുപോയി. ജീസസ്, നമ്മളാരും മിടുക്കന്മാരല്ല, ദൈവം നമ്മളെ നിർത്തുന്നതാണെന്നറിഞ്ഞ് കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 14:44 വായിക്കുമ്പോൾ അവൻ കനിവില്ലാത്തവനായിരുന്നു. വായിക്കണ്ട. 1 ശമൂവേൽ 15:17 വായിക്കുമ്പോൾ ശൗൽ അനുസരണമില്ലായിരുന്നു. അമാലേക്കിനെ മുഴുവൻ നശിപ്പിക്കാൻ യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ അവന് ഇഷ്ടമുള്ളതിനെ മാത്രം നിർമൂലമാക്കി, തടിച്ചതിനെയും കൊഴുത്തതിനെയും ഒക്കെ ഉള്ളി മാറ്റി വെച്ചു. മനസ്സിലായോ? അന്നേരം അനുസരണക്കെട്ടവനായിരുന്നു, പറഞ്ഞത് മുഴുവൻ പൂർണ്ണമായി ചെയ്യാത്തവനായിരുന്നു. ജീസസ് ഭയങ്കര അസൂയവാദിയായിരുന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. കുന്തമെടുത്തെറിഞ്ഞ് അവനെ കൊല്ലണമെന്നുള്ള നിലയിലായി. നോക്കണേ, 4 ഓർഡിനേഷൻ ഉണ്ട്, പക്ഷെ ഏൽപ്പിക്കാത്തത് ചെയ്യുന്നു. കനിവില്ലായ്മ, അനുസരണക്കേട്, അസൂയ. ദൈവം കൈവിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി പോയത് എവിടാന്നറിയാമോ? 1 ശമൂവേൽ 28:7 വായിച്ചു നിർത്തുക. 1 ശമൂവേൽ 28:7. 1 ശമൂവേൽ. അപ്പോൾ ശൗല് തന്റെ ഭൃത്യനോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തിയെ അന്വേഷിക്കുവിൻ. എനിക്കൊരു വെളിച്ചപ്പാട്. മതി. ശൗലിന്റെ പരിതാപകരമായ അവസ്ഥ നോക്കിക്കേ. ദൈവം വിളിച്ചവൻ, പ്രവാചകൻ അഭിഷേകം ചെയ്തവൻ, പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചവൻ, ജനത്തിന്റെ അംഗീകാരമുള്ളവൻ. ഇപ്പോഴത്തെ അവന്റെ ദയനീയ പരാജയം നോക്കിക്കേ. ഭൃത്യനോട് പറയാണ്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിക്കാൻ. അത്രമാത്രം പരാജയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ തുടക്കം നല്ലതാണെങ്കിലും ഒടുക്കവും നല്ലതായിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോണം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ശൗലിന് ഈ പരാജയം സംഭവിച്ചെങ്കിൽ നമുക്ക് ഈ പരാജയം സംഭവിപ്പാൻ ഒത്തിരി സാധ്യതകളുണ്ട്. സ്തോത്രം. ദൈവം വിളിച്ചെന്നുള്ളത് ശരിയാണ്, അഭിഷേകം കിട്ടിയെന്നുള്ളത് ശരിയാണ്, ദൈവവിളി ഉള്ളതെല്ലാം ശരിയാണ്. പക്ഷേ ദൈവവചനത്തെ നമ്മൾ മാനിക്കുന്നില്ലെങ്കിൽ, അനുസരിക്കുന്നില്ലെങ്കിൽ
യേശു പറഞ്ഞതും അപ്പോസ്തലന്മാര് പഠിപ്പിച്ചതും നാം പ്രസ്താവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ പരിതാപകരമായിരിക്കും. സ്തോത്രം. ശൗലിന്റെ അന്ത്യം നമുക്കറിയാം. അവൻ വാളിൽ വീണ് സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എത്ര ദുഃഖകരമായ കാര്യമാണെന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ശൗല് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം വേറൊരാളെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. നമ്മൾ ചിന്തിക്കരുത്, ഞാൻ പോയാൽ പിന്നെ സഭ നടക്കത്തില്ല, ഞാൻ പോയാൽ ബൈബിൾ കോളേജ് നടക്കുകയില്ല, ഞാൻ പോയാൽ സഭ നിൽക്കുകയില്ല. ഇതൊന്നും ചിന്തിക്കല്ലേ. നമ്മൾ പോയാൽ, ഒരു മോശ മരിച്ചാൽ ഒരു യോശുവ ഉണ്ട്, ഒരു ഏലിയാവ് മാറിയാൽ ഒരു ഏലീശ ഉണ്ട്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ശൗല് മാറിയപ്പോൾ അടുത്ത ദാവീദ് രംഗത്ത് വന്നു. കർത്താവിന്റെ വേല ഒരിക്കലും തടസ്സമാകത്തില്ല. ദൈവവേല ദൈവത്താൽ ആരംഭിച്ചതെങ്കിൽ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഒന്നുകൂടെ ഞാൻ രക്തചുരുക്കമായി പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആർക്കാണ് ഓർഡിനേഷൻ? സ്വർഗത്തിലെ ദൈവം വിളിച്ചവർക്കാണ്. ആർക്കാണ് ഓർഡിനേഷൻ? ദൈവം വിളിച്ചവരെ സഭ അംഗീകരിച്ച് പ്രാർത്ഥിച്ചയക്കുന്നതാണ് ഓർഡിനേഷൻ. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ഓർഡിനേഷൻ? സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യാൻ, രക്ഷിക്കപ്പെട്ട് വരുന്നവരെ സ്നാനപ്പെടുത്താൻ. എന്തിനാണ് ഓർഡിനേഷൻ? സ്തോത്രം. ദൈവ മക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയും കർത്താവിന്റെ വരവിനെ ഓർപ്പിക്കുന്ന തിരുവത്താട് ശുശ്രൂഷ നടത്താൻ. സ്തോത്രം. അതാണ് അതെങ്കിലും പ്രാഥമികമായി അറിഞ്ഞിരിക്കണം. ജീസസ് തിരുവത്താഴത്തിന് അപ്പം കൊടുക്കേണ്ട സ്ഥാനത്ത് ആദ്യം വീഞ്ഞു കൊടുത്ത ചരിത്രമുണ്ട്. അറിയത്തില്ല, അവർക്ക് ഓർഡിനേഷൻ കിട്ടിയതാ. മനസ്സിലായോ? തിരുവത്താഴത്തിന് അപ്പം നുറുക്കുമ്പോൾ പാടേണ്ട പാട്ട് ഏതാണെന്നും, വീഞ്ഞ് കൊടുക്കുമ്പോൾ പാടേണ്ട പാട്ട് ഏതാണെന്നും അറിയാത്ത എത്രയോ പേരുണ്ട്. സ്തോത്രം. സ്തോത്രഗീതം എന്താണെന്നും, സ്തുതിഗീതം എന്താണെന്നും, പ്രത്യാശ ഗീതം എന്താണെന്നും, സ്തോത്ര സമർപ്പണ ഗാനം എന്താണെന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. ഇതെല്ലാം തരംതിരിച്ച് പഠിക്കണം. അതിന് പൂർണ്ണ സമയം ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ദൈവദാസന്മാരെ ചോദിച്ച് മനസ്സിലാക്കണം. എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയിൽ പോകുന്ന വലിയ അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ നാളുകളിൽ സ്തോത്രം നിങ്ങളെ നടത്തുന്ന ദൈവാസന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്തോത്രം മേലധികാരികളായ ദൈവാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷം ചെയ്യുന്നവരുടെ നിലനിൽപ്പിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ശക്തരായ ദൈവാസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അവരെ ദൈവസഭ ഓർഡൈൻ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ ഒരു പാട്ടിന്റെ ചില ഈരടികൾ പ്രിയാൻസിമോളും അക്സമോളും പാടും. ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. Praise the Lord.